അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഓഡിൻ സോഫ്റ്റ്വെയർ. നമ്മുടെ സാംസങ് ഫോണുകൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഓഡിൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിനെ ഓഡിൻ ഫ്ലാഷിംഗ് ടൂൾസ് എന്ന് പറയും. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം മിക്ക സാംസങ് ഫോണുകളും നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫ്രീ ടൂൾസ് ആണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഓഡിൻ സോഫ്റ്റ്വെയർ എടുത്തു, ഫോൺ കണക്ട് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആകത്തില്ല. കാരണം ഓഡിൻ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് ഫോൺ സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറച്ച് മാറ്റങ്ങൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കുറച്ച് സോഫ്റ്റ്വെയർ കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, കോമൺ ആയിട്ട് എല്ലാ മൊബൈലിനെ സംബന്ധിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നു, ഓരോ കമ്പനിയുടെ ഫോണിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പഴയൊരു വീഡിയോ, ഇതിനു മുമ്പ് ഇട്ട ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇതിനു മുമ്പ് ഓഡിൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സാംസങ് ഫ്ലാഷിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ സാംസങ് ഡ്രൈവർ, ഒരു സാംസങ് ഫോണാണ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ കമ്പ്യൂട്ടറിൽ സാംസങ് ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഒരു MI ഫോണാണ് ചെയ്യുന്നത് എങ്കിൽ MI ഡ്രൈവർ അല്ലെങ്കിൽ അതിൻ്റെതായ ചിപ്സെറ്റുമായി ആയിട്ടുള്ള ഒരു ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഏതൊരു ഫോണിൻ്റെയും ഡ്രൈവർ തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും, ഇതേപോലെ ഡേറ്റ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. നമ്മുടെ ഫോണ് ഡിറ്റക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈവർ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സാംസങ് ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതോട് കൂടെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്ന് ഞാൻ സാംസങ് ഫോണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഫോണും സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു PC കമ്പ്യൂട്ടർ ആവശ്യമാണ്. അത് ലാപ്ടോപ്പ് ആയിരുന്നാലും കുഴപ്പമില്ല, PC തീർച്ചയായിട്ടും വേണം. അപ്പോൾ അതിനുശേഷം PC-യിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2-3 സോഫ്റ്റ്വെയർ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ സാംസങ് ഫോണാണ് സോഫ്റ്റ്വെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാംസങ് ഡ്രൈവ് ആവശ്യമാണ്. ഇതാണ് സാംസങ് ഡ്രൈവ്. അപ്പോൾ നിങ്ങൾക്കും സാംസങ് ഡ്രൈവ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. നിങ്ങൾ വേറൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഏത് ഡ്രൈവറാണോ, അതായത് സാംസങ് ഫോണാണെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ പോകുന്നതെങ്കിൽ സാംസങ് ഡ്രൈവർ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. സാംസങ് ഡ്രൈവർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാംസങ് ഡ്രൈവറിൻ്റെ ഒരുപാട് സൈറ്റുകൾ കിട്ടും. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേപോലെ ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും കിട്ടുന്നത്. അത് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഫേംവെയർ, അതായത് സോഫ്റ്റ്വെയർ. നമുക്ക് ഏത് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആണോ ആവശ്യം, ആ ഒരു സോഫ്റ്റ്വെയർ കൂടി നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതും നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കി ഗൂഗിളിൽ പോയി ഫോണിൻ്റെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് ഫേംവെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കിട്ടുന്ന ഒരുപാട് സൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും പോയി നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഓഡിൻ സോഫ്റ്റ്വെയർ. ഇതാണ് ഓഡിൻ സോഫ്റ്റ്വെയർ. ഈ ഒരു ഓഡിൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സാംസങ് ഫോണ് ഫ്ലാഷ് ചെയ്യാനുള്ള ഒരു ഫ്ലാഷിംഗ് ടൂൾസാണ്, സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള ഒരു ഫ്ലാഷിംഗ് ടൂൾസാണ് ഓഡിൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് സാംസങ് ഫോണാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് കൊണ്ട് ഓഡിൻ സോഫ്റ്റ്വെയർ വേണം. അല്ല നിങ്ങൾക്ക് MI ഫോണ്, ഷോമിയുടെ ഫോണൊക്കെ ആണെങ്കിൽ MI ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം ഫ്ലാഷിംഗ് ടൂൾസുകളുണ്ട്. സാംസങ് ഫോണിൽ ഏകദേശം എല്ലാം നമുക്ക് ഓഡിൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഓഡിൻ സോഫ്റ്റ്വെയർ ചെയ്യുന്ന രീതി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സാംസങ് ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സാംസങ് ഡ്രൈവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആകില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സാംസങ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അപ്പോൾ നമ്മുടെ ഫോണിൽ അത് കണക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാംസങ് ഡ്രൈവറിൻ്റെ സിപ്പ് ഫയൽ നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സിപ്പ് ഫയൽ നിങ്ങൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ സാംസങ് ഡ്രൈവറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സാംസങ് ഡ്രൈവറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ അല്ലെങ്കിൽ exe ഫയൽ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എക്സ്ട്രാക്റ്റ് കൊടുക്കുക. ഓക്കെ, എക്സ്ട്രാക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സാംസങ് ഡ്രൈവറിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ യെസ് കൊടുക്കുക. അതായത് നിങ്ങൾ വേറൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ കൺഫ്യൂഷൻസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നിങ്ങൾ ആ ഒരു സിപ്പ് ഫയൽ ഓപ്പൺ ആക്കിയ ശേഷം എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഫയൽ കിട്ടും, അത് EXE ഫയൽ കിട്ടും, അതിൽ നിങ്ങൾ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടും. അതിൽ നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ റീജിയൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടിങ് തുടങ്ങും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു പച്ച ലൈൻ വരും. പച്ച ലൈൻ കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് വരും. ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നമ്മൾ സാംസങ് ഡ്രൈവർ ഏതൊരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താലും ഓരോ വേർഷനുണ്ട്. ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ മൊബൈലുമായിട്ട് കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് പോർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇതേപോലെ കണക്ട് ആകത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ മോഡൽ ഓരോ കമ്പനിയുടെയും, അല്ലെങ്കിൽ സാംസങ് ആണെങ്കിൽ സാംസങ്, ലെനോവോ ആണെങ്കിൽ ലെനോവോ, MI ആണെങ്കിൽ MI, അതിൻ്റെതൊക്കെ പ്രത്യേകം ഡ്രൈവറുകളാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു സാംസങ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് MI ഫോൺ ഇതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് പ്രത്യേക മെത്തേഡാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓരോന്നും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫിനിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വേറെ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ സാംസങ് ഡ്രൈവർ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോണും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആയിട്ടുണ്ടോ, ഡ്രൈവർ പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ഫോൺ എങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യാം, ഇതെല്ലാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ എല്ലാം തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.